ദുരന്തർ ദ റിവഞ്ച് എന്ന ബോളിവുഡ് സിനിമ എല്ലാ കളക്ഷനുകളും ഭേദിച്ച് റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ഒരു വിഭാഗം ഈ അർബൻ നെക്സൽ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇതിനെ എതിർക്കുകയാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പുരോഗതി, പാകിസ്ഥാൻ ഇന്ത്യ എങ്ങനെ ഇന്ന് കൗണ്ടർ ചെയ്യുന്നു, പാകിസ്ഥാൻ അടിക്ക് ഡബിളായിട്ട് തിരിച്ചടിക്കുന്നു, ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഈ പറയുന്ന എക്കോസിസ്റ്റത്തിൽ പെടുന്ന ആളുകൾക്ക് പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശിക്കും. അത് ഓവർ ആണ്, എക്സാജറേറ്റഡ് ആണ്, അതുകൂടാതെ പ്രൊപ്പഗൻഡയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം റിയൽ ഫാക്ട്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സിനിമയാണ്, സിനിമയിൽ കുറച്ച് ഹീറോയിസ് ഉണ്ടാവും, കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സിനിമയല്ല, അതൊരു ഡോക്യുമെൻ്ററി അല്ലല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിലെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് കംപ്ലീറ്റ് നടന്ന സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കഥാതന്തു എന്ന് പറയുന്ന സംഭവം, അതായത് ആ ഒരു ഇൻറ്റൻറ്റ്, ഇപ്പം ആദിത്യദർ തന്നെ പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ഇൻറ്റൻറ്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ ആ സിനിമയെ ആരെന്ത് പറഞ്ഞാലും ജനങ്ങൾ ആ സിനിമ കാണാൻ എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കാണിക്കുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് അത് അത്രയും വലുതാണ്. പിന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പകച്ചു നിന്നൊരു സർക്കാരിനെയൊക്കെ നമുക്കറിയാം. മൻമോഹൻ സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുത്താൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചിദംബരം ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ രീതിയിൽ നിന്നൊരു മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത്. അതിനുശേഷം പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഡബിളായിട്ട് തിരിച്ചടിക്കുന്ന ഒരു സർക്കാരാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആണെങ്കിലും സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഇതെല്ലാം പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വിഭിന്നമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്നില്ല. അതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് സ്വീകരിച്ചത്. അല്ലാതെ പാകിസ്ഥാനിനെ പോലെ ഇന്ത്യയിൽ വന്നിട്ട് സാധാരണക്കാരുടെ ജീവൻ എടുക്കുക, മതം ചോദിച്ച് കൊലപ്പെടുത്തുക, ആ പരിപാടിയൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യ കൃത്യമായി തന്നെ സിവിലിയൻസിനെ ലക്ഷ്യമിടാതെ തന്നെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെയും ടെററിസ്റ്റുകളെയും അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമ. കാരണം നോട്ട് ബാൻ എത്രത്തോളം പാകിസ്ഥാൻ ആഘാതമുണ്ടാക്കി, പ്രത്യേകിച്ച് അവിടെ കള്ളനോട്ട് അടിച്ച് നേപ്പാൾ ബോർഡർ വഴി ഇന്ത്യയിൽ എത്തിക്കുന്നു, ഇന്ത്യയിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം ഉപയോഗിക്കുന്നു, പല രാഷ്ട്രീയ നേതാക്കളെയും ഹയർ ചെയ്യുന്നു, അവർ ആൻറ്റി ഇന്ത്യൻ ഏജൻസ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ISIയുടെ നെറ്റ്വർക്ക് അത്രയും ശക്തമായി നിന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് UPA ഭരിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് ഈ നോട്ട് ബാനിന് ശേഷമാണ്. നോട്ട് ബാനിന് ശേഷം പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് ഇത്തരം കള്ളക്കളികളും ഇല്ലാതായി എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്രയും വലുതായിരുന്നു, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൂവായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ ദുരന്തർ ദ റിവഞ്ച് കണ്ടതിന് ശേഷമാണ് പല ആളുകൾക്കും നോട്ട് ബാനിൻ്റെ ഒരു റിയൽ ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്. ഈ നോട്ട് ബാനിന് ശേഷം പാകിസ്ഥാനിലെ കള്ളനോട്ടടിയുടെ ഒരു മാഫിയ തലവൻ എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ജാവേദ് ഖനേനി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് റിയലായിട്ട് നടന്ന സംഭവമാണ്, വാർത്തകളിലൊക്കെ വന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടറൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലയാരി ഗ്യാങ് എത്രത്തോളം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പിന്നെ അതുകൂടാതെ ഇല്യാസ് കാശ്മീരി, ഈ സിനിമയിൽ മേജർ ഇക്ബാൽ എന്നുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ ഒരു റിയൽ ക്യാരക്ടറാണ്. അതുകൂടാതെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബിൻ്റെയൊക്കെ ടോപ്പ് കമാൻഡേഴ്സ് അടുത്ത കാലത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടിരുന്നു. അജ്ഞാതൻ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾക്ക് ഇൻവോൾവ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം റിയൽ ഫാക്ട്സ് തന്നെയാണെന്നുള്ളതാണ് ഒരു കാര്യം. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റായിട്ട് ഫാക്ട്സ് ചെക്ക് ചെയ്ത ഓരോ ഇവൻറ്റ്സും കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഡോൺ ടേൺഡ് പൊളിറ്റീഷ്യൻ 2023 കൊല്ലപ്പെടുന്നതും അയാൾ എത്രത്തോളം പാകിസ്ഥാന് വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഇത്തരം റിയലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് സിനിമയാവുമ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹീറോയിസൊക്കെ കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതാരും കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റ്സും മറ്റ് സീക്വൻസസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ ഒരു
ത്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻറ്റ് തന്നെയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയം. ഒരു പ്രൊപ്പഗാൻഡ മൂവി ആണെങ്കിൽ ഒരിക്കലും ഇത് ഈ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കില്ല. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന സംഭവങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്യാൻ ആദിത്യധറിന് സാധിച്ചിട്ടുണ്ട്. ബ്രില്യൻ മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ജീവിക്കുന്ന കുറേ ആളുകൾ, അതായത് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന മലയാളം പറയുന്ന കുറച്ച് ആളുകളുണ്ട്, അർബൻ നെക്സുകളുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലും ഇതേ രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ട്. ജർമ്മൻ ഷെപ്പേർഡിനെ പോലെയുള്ള പ്രൊപ്പഗാൻഡിസ്റ്റുകൾ, റിയൽ പ്രൊപ്പഗാൻഡിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിനിമ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും താഴോട്ട് പോകണം, ഇന്ത്യ എപ്പോഴും മുന്നോട്ട് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ പുരോഗതി, ഇന്ത്യയുടെ ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിലുള്ള ഇമേജ്, അതൊന്നും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഡിപ്ലോമസിക്ക് ഡിപ്ലോമസി, കൗണ്ടർ ടെററിസത്തിന് കൗണ്ടർ ടെററിസം, എല്ലാ മേഖലയിലും നമ്മൾ ആ രീതിയിൽ മാസ്റ്ററിങ്ങുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ഹാർഡ് ഫാക്ട്സിനെ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒന്ന് രാഷ്ട്രീയ വൈരം, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന് മതബോധം, അതെല്ലാം കൃത്യമായി തന്നെ ഈ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഒരു റോക്ക് സ്റ്റേറ്റ് എങ്ങനെയാണ് മതത്തെ ദുരുപയോഗം ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് തന്നെ ഈ സിനിമയിൽ ദുരന്തർ ദ റിവെഞ്ചിൽ പറയുന്നുണ്ട്. മതത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു, ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ വിദ്വേഷം പടർത്തി അവരുടെ മറ്റ് അജണ്ടകൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള, ഇന്ത്യയോടുള്ള വിരോധം, ഹിന്ദുക്കളോടുള്ള വിരോധം, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ആ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അതൊരു സത്യാവസ്ഥയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ള, ആ സിനിമ കാണുന്നവർക്ക് അത് വിലയിരുത്താൻ പറ്റുമല്ലോ. അപ്പം ആ സിനിമ ഭയങ്കര എൻഗേജിങ് ആയുള്ള സിനിമയാണ്. ഒരിക്കലും നമുക്കൊരു ലാഗൊന്നും തോന്നുന്ന സിനിമയല്ല എന്നുള്ളതാണ്. ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമ ശരിക്കും ബോളിവുഡിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ വേറെ ലെവലിൽ എത്തിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. മുമ്പ് ഉറുദു വുഡ്, കറാച്ചി വുഡ് എന്നുള്ള പേരിലൊക്കെ ദാവൂദ് ഇബ്രാഹിമൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം ബോളിവുഡിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ബോളിവുഡിൻ്റെ തുടക്കം മുതൽ തന്നെ പലപ്പോഴും പാകിസ്ഥാനെ നൈസായിട്ട് വെളുപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ മാറ്റം, പുരോഗതി, ദേശസ്നേഹം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സിനിമകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ബോളിവുഡിൽ നിന്ന് വരുന്നത്. അതുമാത്രമല്ല, മുമ്പുണ്ടാക്കിയ ശുദ്ധ നുണകൾ അല്ലെങ്കിൽ പ്രൊപ്പഗൻഡകൾ, മിത്തുകൾ, ഇതെല്ലാം പൊളിച്ചെടുക്കാൻ ദുരന്തർ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് സാധിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 60-70 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രൊപ്പഗൻഡകളെല്ലാം ഒറ്റയടിക്ക് പൊളിച്ചെടുക്കാൻ ആദിത്യധറിൻ്റെ സിനിമയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. ആദിത്യധർ തന്നെയാണ് ഹീറോ. ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പിന്നെ രൺവീർ സിംഗ് ആണെങ്കിലും, അതുകൂടാതെ അജിത് ഡോവലിനെ അവതരിപ്പിച്ച മാധവനാണെങ്കിലും, ഇവരെല്ലാം ഒന്നാന്തരം അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. സിനിമയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ ഇടുക്കി അഭിനയിക്കാൻ ഇവർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദുരന്തർ ഒരു ബെഞ്ച് മാർക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം കുരുപൊട്ടുന്നവർ കുരുപൊട്ടുക, പക്ഷേ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, യഥാർത്ഥ രാജ്യസ്നേഹികൾ, അതുകൂടാതെ ഇന്ത്യയുടെ മാറ്റം അംഗീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.